ശ്യാമ, ഇന്നലെ നമ്മൾ ജസ്നയുടെ തിരോധാനത്തെക്കുറിച്ച് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തതാണ്. ഇന്ന് ആ ലോഡ്ജ് ഉടമ അവിടുത്തെ മുൻ ജീവനക്കാരിക്കെതിരെ, കാരണം അവർ ജസ്ന അവിടെ താമസിച്ചിരുന്നു, റൂം എടുത്തിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ലോഡ്ജ് ഉടമയ്ക്കെതിരെ പരാതിയുമായി വന്ന ആളാണ് അവിടുത്തെ മുൻ ജീവനക്കാരി. അവർക്കെതിരെ ഒരു ആരോപണം ഈ ഉടമ ഉന്നയിച്ചിട്ടുണ്ട്. അതായത് ഇവർ ഈ പെൺകുട്ടികളെ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഗൂഢസംഘത്തിൻ്റെ ആളാണ്, പെൺകുട്ടികളെ വിൽപ്പനയ്ക്ക് കൊടുക്കുന്ന ഇടനിലക്കാരിയാണവർ എന്നാണ് ലോഡ്ജ് ഉടമ പറഞ്ഞിട്ടുള്ളത്. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? അങ്ങനെ എന്തെങ്കിലും നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനുള്ള ശ്രമമാണോ ഇവർ രണ്ടുപേരും നടത്തുന്നത്? ഇപ്പോൾ അവർക്ക് എതിരെ മൊഴി നൽകിയ ഇത് പറഞ്ഞതല്ല, ഇത് CBIക്ക് പോയി മൊഴി കൊടുത്തു. ബിജു സേവ്യർ ഇന്നലെ CBIയുടെ അന്വേഷണ സംഘം ഇയാളുടെ മൊഴി എടുത്തപ്പോൾ, മൊഴിയെടുപ്പല്ല അവിടെ നടന്നത്, അവിടെ ചോദ്യം ചെയ്യലാണ് നടന്നത്. അവിടെ കയറിയപ്പോൾ തന്നെ CBIക്ക് അവിടെ ബോധ്യപ്പെട്ടു അവിടെ നടക്കുന്ന ഉടായ്പകൾ, വൻ ഉടായ്പാണ് ആ ലോഡ്ജിൽ നടക്കുന്നതെന്നാണ് CBIക്ക് ബോധ്യപ്പെട്ടത്. അവരവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ലോഡ്ജ് മൊത്തം ക്ലീൻ ആക്കി. CBI എത്തുന്നതിന് മുമ്പ് ഈ വിഷയം പുറത്തു വന്നതിന്റെ തൊട്ടു പിന്നാലെ തന്നെ ലോഡ്ജ് ക്ലീൻ ആക്കി അവിടുത്തെ രജിസ്റ്ററുകളെല്ലാം എക്സ്ട്രാ ആയിട്ട് എഴുതി കയറ്റി. പക്ഷേ എഴുതി കയറ്റിയതാണെന്ന് CBIക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ വൻ തട്ടിപ്പ്. അതിനിപ്പോൾ വേറെ അന്വേഷണം പോലീസ് ആ കാര്യത്തിൽ ആ ലോഡ്ജ് കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തേണ്ടി വരും. മുണ്ടക്കയം ബസ് സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റാണ് ഈ ലോഡ്ജ്. ഈ ലോഡ്ജിലെ ജീവനക്കാരിയും ഉടമയുമാണ് ഇപ്പോൾ ഈ ജസ്ന കേസിൽ വന്ന് ഇടപെട്ടിരിക്കുന്നത്. അപ്പോൾ ലോഡ്ജിലെ ജീവനക്കാരി പറഞ്ഞിരിക്കുന്നത് ഇത്രയും കാലവും താനിത് പറയാതിരുന്നത്, ഈ സംഭവം പറയാതിരുന്നത് ബിജു സേവ്യർ എന്ന് പറയുന്ന ഈ ലോഡ്ജിന്റെ ഉടമ തന്നെ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നിപ്പോൾ അവരുടെ സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നത്. ഇന്ന് അവരുടെ മൊഴി എടുത്തു CBI. 3 മണിക്കൂറാണ് അവരുടെ സ്റ്റേറ്റ്മെന്റ് CBI എടുത്തത്. വിശദമായി തന്നെ CBI അവരുടെ മൊഴി രേഖപ്പെടുത്തി. അതിനുശേഷമുള്ള അവരുടെ പ്രതികരണം വന്നിരിക്കുന്നത്, തനിക്ക് താൻ എന്തുകൊണ്ട് ഇത് പറഞ്ഞില്ല, ഇതുവരെ പറയാതിരുന്നത് ബിജുവിനെ ഭയപ്പെട്ടിട്ടാണ്. പക്ഷേ ബിജു ഇപ്പോൾ പറയുന്നു, എനിക്ക് പെൺകുട്ടികളുടെ കച്ചവടമുണ്ട്, പെൺകുട്ടികളെ ഇടനിലക്കാരിയായി നിന്നുകൊണ്ട് പലർക്കും എത്തിച്ചു കൊടുക്കുന്ന ഒരാളാണ് താനെന്ന് ബിജു സേവ്യർ എന്ന ഉടമ പറഞ്ഞു. അത് കേട്ട് മനോവിഷമത്തിലാണ് താൻ ഇത് പറഞ്ഞതെന്നാണ്. അതായത് ഇവർ തമ്മിലുള്ള പ്രശ്നം, ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു, ഇവർ തമ്മിലൊരു പ്രശ്നമുണ്ട്. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പല വിഷയങ്ങളിലും തർക്കമുണ്ട്. ഇവർ പറയുന്നു, ഈ സ്ത്രീ പറയുന്നു, ഞാൻ ഇപ്പോഴാണ് ആദ്യമായി ഇത് പറയുന്നത് എന്ന് പറഞ്ഞു. കാരണം ഇപ്പോഴാണ് ബിജു സേവ്യർ ഈ ഒരു മൊഴി കൊടുത്തത്. അത് അറിഞ്ഞപ്പോഴാണ് താൻ ഇങ്ങനെ ബിജു സേവ്യർ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത് താൻ അറിഞ്ഞത്. അതിന് പിന്നാലെയാണ് താനിത് പുറത്തു പറയാൻ തയ്യാറായത് എന്നാണ് ഈ സ്ത്രീ പറഞ്ഞിരിക്കുന്നത്. ഇവർ ഇപ്പോഴല്ല പറഞ്ഞത്, ഇവർ നേരത്തെ ക്രൈംബ്രാഞ്ചിന് പോയിരുന്നു. ഇവർ നേരത്തെ തന്നെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ പോയി ക്രൈംബ്രാഞ്ചിന് ഈ മൊഴി അവർ കൊടുത്തിരുന്നു. ക്രൈംബ്രാഞ്ച് അന്ന് ഈ വിഷയം പരിശോധിച്ചതാണ്. ഇവർ ഈ പറയുന്ന മൊഴി പരിശോധിച്ചതാണ്. അപ്പോൾ ക്രൈംബ്രാഞ്ചിന് അന്ന് തന്നെ, അതായത് ഈ ലോഡ്ജിൽ നിന്ന് ഇറങ്ങിയ ശേഷമാണ് ഇവർ ഈ മൊഴിയുമായി അവിടെ പോയത്, ക്രൈംബ്രാഞ്ച് ഓഫീസിൽ പോയത്. ക്രൈംബ്രാഞ്ച് ഈ മൊഴി പരിശോധിക്കുകയും ഈ ലോഡ്ജിൽ ക്രൈംബ്രാഞ്ച് പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ബിജു സേവ്യർ പറയുന്നു, ഇവർക്ക് പെൺകുട്ടികളുടെ കച്ചവടമാണ്, അത് താൻ ചോദ്യം ചെയ്തതാണ്, ഇവരുമായി തെറ്റാനുള്ള കാരണം, ഇവർ തന്നെ കേസിൽപ്പെടുത്താനുള്ള കാരണം ഇതാണെന്ന് പറയുന്നു. ഇവർ പറയുന്നു, ബിജു സേവ്യർ അങ്ങനെ പറഞ്ഞ് നടക്കുന്നത് കൊണ്ടാണ് താൻ ഇത്രയും കാലവും ബിജു സേവ്യറിനെ ഭയന്ന് മറച്ചുവെച്ച സത്യം പുറത്തു പറയാനുള്ള കാരണമെന്ന് ഈ സ്ത്രീയും പറയുന്നു. പെട്ടെന്ന് എങ്ങനെ അവർക്ക് ഈ ഭയപ്പാട് മാറിയത്? പെട്ടെന്ന് എങ്ങനെ തന്നെ പറ്റി ഒരു അനാവശ്യം ഒരാൾ പറഞ്ഞു എന്ന് പറയുമ്പോൾ തൊട്ടു പിന്നാലെ ഇതുവരെ ഈ ഏറ്റവും വലിയ സത്യം മറച്ചുവെച്ച സ്ത്രീ അവരുടെ ഭയമെല്ലാം മാറിക്കഴിഞ്ഞു. പെട്ടെന്നാണ് അവരുടെ ഭയം മാറിയെന്നാണ് അവർ പറയുന്നത്. ഇവർ 2 പേരും നൽകിയിരിക്കുന്ന ഈ മൊഴിയിൽ, അതായത് ഈ സ്ത്രീ കണ്ടിട്ടില്ല, ഈ ജസ്ന അവിടെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ കേസിനെ അട്ടിമറിക്കുകയാണ്, വഴിതെറ്റിക്കുകയാണ്. സ്വകാര്യമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള വിദ്വേഷത്തിന്റെ പേരിൽ ഒരു കേസിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ 2-നുമെതിരെ കേസെടുക്കണം. ഇവരെ വ്യക്തിവിരോധം തീർക്കാൻ വേണ്ടി ജസ്ന കേസെടുത്ത് ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യമാണ്. 2-നുമെതിരെ പിടിച്ച് കേസിൽ പ്രതിയാക്കണം, 2-എണ്ണത്തിനും കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുക, അതല്ലേ ചെയ്തിരിക്കുന്നത്. രാജ്യത്തിലെ ഏറ്റവും വലിയ ഏജൻസി ആയിട്ടുള്ള CBI അവരൊരു തരത്തിൽ മറ്റൊരു തരത്തിൽ അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവർ ആ പ്രത്യേക ആരാധനാ കേന്ദ്രം തപ്പി നടക്കുകയാണ് CBI ആരാധനാ കേന്ദ്രം തപ്പി നടക്കുമ്പോഴാണ് ഇവിടെ ഇപ്പുറത്ത് വേറെ സ്റ്റേറ്റ്മെന്റുമായിട്ട് രംഗത്തെത്തിയത്. ഒരിക്കൽ ക്രൈംബ്രാഞ്ച് തള്ളിക്കളഞ്ഞ മൊഴിയാണ് ഇവരുടേത്. ഒരിക്കൽ ക്രൈംബ്രാഞ്ച് ഇന്നലെ നമ്മൾ രാത്രിയിൽ അന്വേഷിച്ചിരുന്നു, പഴയ അന്വേഷണ ഉദ്യോഗസ്ഥരെ അന്വേഷിച്ചിരുന്നു. അവർ പറയുന്നത്, ഒരിക്കൽ ഞങ്ങൾ ഇത് അന്വേഷിച്ച് തള്ളിക്കളഞ്ഞ വിഷയമാണ്. ഇവർ തമ്മിൽ പകയുണ്ട്. ആ തമ്മിൽ പകയുടെ പേരിലാണ് ഇവർ എടുത്തുപയോഗിക്കുന്നത്. പലരും ജസ്ന കേസ് എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. പലരും ജസ്നയുടെ വീട്ടിനുള്ളിൽ ജസ്നയെ കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് ജസ്നയുടെ അച്ഛനോട് വിരോധമുള്ള ഒരാൾ, ജെയിംസിനോട് വിരോധമുള്ള ഒരാൾ പറഞ്ഞതിന്റെ പേരിലാണ് ജസ്നയുടെ പുതിയ വീട് കുത്തിപ്പൊളിച്ചത്. ബോഡി എവിടെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഏതോ ഒരുത്തന് ജസ്നയുടെ പിതാവിനോട് കലിപ്പുണ്ടായിരുന്നു. അവൻ ദൃശ്യം സിനിമ എപ്പോഴോ കണ്ടു. ദൃശ്യം സിനിമ കണ്ടതിന് പിന്നാലെ ഇവൻ വിളിച്ച് പറഞ്ഞു കൊടുത്തു,
അവിടെ വേറെങ്ങുമല്ല, പുതിയ വീടിനകത്ത് കുഴിച്ചിട്ടിരിക്കുക എന്ന് പറഞ്ഞു. പുതിയ വീട് വെട്ടിപ്പൊളിച്ചു, പോലീസ് വെട്ടിപ്പൊളിച്ച് പരിശോധന നടത്തി. പല പല സ്ഥലങ്ങളിലും ജസ്റ്റിനെ കണ്ടു എന്ന് പറഞ്ഞു. പിന്നെ പല രാജ്യങ്ങളിൽ കണ്ടു എന്ന് പറഞ്ഞു. എത്ര രാജ്യങ്ങളിലാണ് യെല്ലോ നോട്ടീസ് ഒട്ടിച്ചിരിക്കുന്നത്, നോട്ടീസ് കൊടുത്തത്? പല പല രാജ്യങ്ങളിൽ കണ്ടു എന്ന് പറഞ്ഞു. ഫ്രാൻസിൽ കണ്ടവരുണ്ട് ജസ്റ്റിനെ. ഫ്രാൻസിൽ കണ്ടവരുണ്ട്, ജപ്പാനിൽ കണ്ടവരുണ്ട്. പല പല രാജ്യങ്ങളിലാണ് ജസ്റ്റിനെ കാണുന്നത്. അഫ്ഗാനിസ്ഥാൻ ഉണ്ടെന്നേ, സിറിയ, അഫ്ഗാനിസ്ഥാൻ, പല പല രാജ്യങ്ങളിൽ ജസ്റ്റിനെ കണ്ടവരാണ് ഈ നാട്ടിലുള്ളവർ. അങ്ങനെ ഓരോരുത്തരിരുന്ന് അവർക്ക് തോന്നിയതുപോലെ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരടക്കമുള്ളവർ ഇങ്ങനെ ചില താല്പര്യം വെച്ചുകൊണ്ട് ഒരു കാര്യവുമില്ലാതെ അന്വേഷണത്തെ വഴിതെറ്റിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അന്വേഷണ ഏജൻസിയുടെ മെയിൽ അയച്ചു കൊടുക്കുകയാണ് തുടർച്ചയായിട്ട്. ഇന്ന രാജ്യത്ത് കണ്ടു, അവിടെ കണ്ടു, ഇവിടെ കണ്ടു. ഇതെന്താ ഉലകം ചുറ്റി അടക്കുവാണോ ജസ്റ്റ്? പല പല രാജ്യങ്ങളിലാണ് കാണുന്നത്. ആദ്യം മൊത്തം കേരളത്തിലായിരുന്നു. ആദ്യം മൊത്തം കേരളത്തിൽ, എറണാകുളത്ത്, മലപ്പുറത്ത്, പിന്നെ കോഴിക്കോട്, ഇങ്ങനെ പല പല സ്ഥലങ്ങളിൽ ജസ്റ്റിനെ കണ്ടവരുണ്ട്. അതിൻ്റെ പേരിൽ പല മത പാഠശാലകളിൽ ക്രൈംബ്രാഞ്ച് പോയി പരിശോധന നടത്തിയിരുന്നു. അവിടെയെങ്കിലും ജസ്റ്റിനെ കണ്ടെത്താൻ സാധിച്ചില്ല. ക്രൈംബ്രാഞ്ച് പറയുന്നത് വിശ്വാസത്തിൽ എടുക്കണ്ട, അതവിടെ ഇരിക്കട്ടെ, നമുക്ക് സംശയങ്ങൾ പലപ്പോഴും ക്രൈംബ്രാഞ്ച് ഉണ്ടാക്കി തരുന്ന ഒരു വിഷയമാണ്. പക്ഷേ CBI പറഞ്ഞു ഇവിടെ എങ്ങും ഇതില്ല എന്ന്. ഇവിടെ എങ്ങും ജസ്റ്റിനെ, ഈ മതപാഠശാലകളിൽ എവിടെയും ജസ്റ്റിനെ ഇല്ല, തങ്ങളത് പരിശോധിച്ചതാണെന്ന് പറഞ്ഞിട്ടാണ് അവർ റിപ്പോർട്ട് കൊണ്ടുപോയി കൊടുത്തത് കോടതിയിൽ. ജസ്റ്റിനെ അവിടെ ഇത്തരം സ്ഥലങ്ങളിൽ എവിടെയും ഇല്ല എന്ന് പറയുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇവർ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇവർക്കൊരു പൊതുബോധമില്ലേ? ഇവർ ഭയമെന്ന് പറയുന്നത് തട്ടിപ്പാണ്. അവർക്ക് കിട്ടേണ്ട നേട്ടം കിട്ടാതായപ്പോഴാണ് ആ സ്ത്രീ ഇപ്പോൾ പുറത്തു ചാടിയത്. അവർ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് ഈ ലോഡ്ജിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് മറ്റൊരു ഭാഗത്തേക്ക് പോയ സമയത്താണ്, ഇവർ തമ്മിൽ രണ്ടായി പിരിഞ്ഞ സമയത്താണ് ഇവർ ക്രൈംബ്രാഞ്ചിനെ തേടിപ്പോയത്. ക്രൈംബ്രാഞ്ചിനെ തേടിപ്പോയി ഇവർ ജസ്റ്റിനെ കണ്ടു, ജസ്റ്റിനെ ഈ ലോഡ്ജിൽ വന്നിരുന്നു എന്ന് പറഞ്ഞു. ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് ബിജു സേവ്യറിൻ്റെ അടുത്ത് നിന്നും അവർക്ക് ഇവർ തമ്മിലുള്ള തർക്കമാണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം അത് അവർ റോൾ ഔട്ട് ചെയ്തു. ഇതാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഈ ജസ്റ്റിനയുടെ അടുത്ത സുഹൃത്ത് ഒരു യുവാവിനെ പിടിച്ചുകൊണ്ടുപോകാനുള്ള കാരണം ഈ യുവാവാണ് ഇതിൽ കാരണക്കാരെന്ന് പറഞ്ഞു കൊടുത്തു. നുണപരിശോധനയ്ക്ക് വരെ അയാളെ വിധേയനാക്കി. ഇയാളുടെ ഈ ജസ്റ്റിനയുടെ വീടിന് അടുത്തുള്ള ഒരു ചെറുപ്പക്കാരനെ പിടിച്ചുകൊണ്ടുപോയി. അയാളെ കാര്യമായിട്ടുള്ള ചോദ്യം ചെയ്യൽ നടത്തി. അയാളെ കാര്യമായി ചോദ്യം ചെയ്യൽ നടത്താനുള്ള കാരണം ഏറ്റവും അവസാനം അയാളെയാണ് ജസ്റ്റിനെ ഫോണിൽ വിളിച്ചത് പോകുന്നതിന് മുമ്പ്. അയാളെ കോൾ അറ്റൻഡ് ചെയ്തിട്ടില്ല. അതിന് മുമ്പുള്ള ഒരു കോളാണ് അയാൾ അറ്റൻഡ് ചെയ്തിരിക്കുന്നത്. അയാളോട് പിന്നെ ജസ്റ്റിനയ്ക്ക് അങ്ങോട്ട് ഒരു താല്പര്യം ഉണ്ടായിരുന്നു എന്നാണ് ഈ വിളിച്ചു പറഞ്ഞ മഹാൻ പറഞ്ഞു കൊടുത്തത്. അതിൻ്റെ അനുസരിച്ചിട്ടാണ് പിന്നീട് അയാളെ കുറെ കാലം കൊണ്ടുകിടന്ന് ചോദ്യം ചെയ്തത്. പിന്നെ പല പല ആളുകളെ ഈ പറയുന്ന പോലെ വായിൽ തോന്നിയതുപോലെ വിളിച്ചു പറഞ്ഞു കൊടുക്കുക, ആളുകളെയൊക്കെ വന്ന് CBI തൂക്കിക്കൊണ്ട് പോവുക. ഒരു സമയത്തായപ്പോഴത്തേക്ക് CBIക്ക് വിളിച്ചു പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ കേട്ടിട്ട് അവിടെ വന്ന ഒരു ട്രോൾ എന്താണെന്നറിയാമോ? വന്ന് നിൽക്കുന്നവൻ എന്താ പറയുക, മീൻ കച്ചവടക്കാരനാണോ, പാൽക്കാരനാണോ, പത്രം ഇടാൻ വന്നവനാണോ, ഒന്നും അറിയാൻ വയ്യ. ഒരുത്തൻ വന്ന് അടുത്ത് നിൽക്കും, കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് അവിടെ നിൽക്കുന്ന ആ നാട്ടുകാരനായ ഒരാളെ കാണത്തില്ല. ഒരു വണ്ടി വരും, ഇവനെ തൂക്കിയിടും, കൊണ്ടുപോകും. അത് അവിടെ ട്രോളായിട്ട് വന്ന സാധനമാണ്. അതായത് നാട്ടുകാർക്ക് പുറത്തിറങ്ങാൻ വയ്യെന്ന്. നാട്ടുകാർ ആരെങ്കിലും പുറത്തിറങ്ങി എന്നാൽ പരിചയമില്ലാത്ത ഒരാൾ മീൻ കച്ചവടക്കാരനായിട്ടോ പാൽക്കാരനായിട്ടോ ആരെങ്കിലും ആയിട്ടോ അടുത്ത് വന്ന് ഇങ്ങനെ നിൽക്കുക. അവിടെ തൊട്ട് പിന്നാലെ ഒരു ടാറ്റയുടെ സുമോ വന്നിരിക്കുക, വണ്ടി ചവിട്ടുക. പിന്നെ ഈ നിന്നവനെയും കാണത്തില്ല, വന്നവനെയും കാണത്തില്ല, കൊണ്ടുപോകും. ഇതോടെ ട്രോളായെന്നേ, വലിയ ട്രോളായിട്ട് മാറി അവിടെ. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായി. അപ്പോൾ ഇത് പലരും വഴിതെറ്റിച്ച കേസാണ്. പലരും വഴിതെറ്റിച്ചു. ആദ്യഘട്ടത്തിൽ ഈ വെച്ചുച്ചിറ പോലീസുകാർ ഇത് വഴിതെറ്റിച്ചു. 10 ദിവസന്മാർ പരാതിയും മേടിച്ചു വെച്ച് ജസ്റ്റിന കാമുകൻ്റെ കൂടെ ഒളിച്ചോടി പോയതാണ് എന്ന് പറഞ്ഞ് അവിടെ കുത്തിയിരുന്നു. 10 ദിവസം കഴിഞ്ഞപ്പോഴാണ് ജസ്റ്റിന കാമുകൻ്റെ കൂടെ അല്ല പോയിരിക്കുന്നതെന്ന് മനസ്സിലായപ്പോൾ പിന്നെ നടപടിയുമായി അന്വേഷണവുമായി ഇറങ്ങി. പിന്നെ ജസ്റ്റിനയെ നാട്ടുകാർ മൊത്തം പല സ്ഥലങ്ങളിലും കാണാൻ തുടങ്ങി. ഇവിടെ കേരളം മൊത്തം ജസ്റ്റിനയെ കാണിച്ചു കൊടുത്തു. അതിനുശേഷം പിന്നെ ഇന്ത്യ മൊത്തം ജസ്റ്റിനയെ കാണിച്ചു. അതിനുശേഷം വിദേശത്തേക്ക് ജസ്റ്റിനയെ കാണിക്കാൻ കൊണ്ടുപോയി നാട്ടുകാർ. പല പല രാജ്യങ്ങളായി. ഈ ഓരോരുത്തരും എനിക്ക് തോന്നി ഗ്ലോബൊക്കെ എടുത്ത് വെച്ച് കറക്കിട്ട് വിളിച്ച് പറഞ്ഞു കൊടുക്കുമെന്ന് തോന്നുന്നു. ജസ്റ്റിനയെ ഞാൻ ഇന്ന രാജ്യത്ത് ഞാൻ ജസ്റ്റിനയെ കണ്ടു. ഈ രാജ്യങ്ങൾ മുഴുവൻ നോട്ടീസ് അയച്ചെന്നേ, യെല്ലോ നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ജസ്റ്റിനയ്ക്ക് വേണ്ടിയിട്ട്. പിന്നെ എണ്ണമറ്റ രാജ്യങ്ങളിൽ യെല്ലോ നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ജസ്റ്റിനയ്ക്ക് വേണ്ടിയിട്ട്. അത്രത്തോളം പിന്നെ സ്ഥലങ്ങളിൽ ജസ്റ്റിനയെ തിരഞ്ഞിട്ടുണ്ട്. ജസ്റ്റിന് പോകുമ്പോൾ ജസ്റ്റിനയുടെ കയ്യിൽ പാസ്പോർട്ട് ഇല്ല എന്നാണ് അവരുടെ വീട്ടുകാർ പറയുന്നത്. പാസ്പോർട്ട് എടുത്തിട്ട് ഇല്ല, അതോ പാസ്പോർട്ട് ഇല്ലെന്നാണ് പറയുന്നത്. ഇല്ല, പാസ്പോർട്ട് ഇല്ലാത്ത ജസ്റ്റിനെ എങ്ങനെ പോകും? പാസ്പോർട്ട് ഇല്ലാത്ത ജസ്റ്റിനെ രാജ്യം വിട്ടു പോയി എന്നൊക്കെയാണ് ഇവർ
പറഞ്ഞിരിക്കുന്നത്. പിന്നെ സീപോർട്ടുകളിൽ കണ്ടിട്ടുണ്ട് ജസ്നെ, പലരും സീപോർട്ടുകളിൽ കണ്ടിട്ടുണ്ട്. ഇവിടെ പിന്നെ ഇതുണ്ടല്ലോ ദ്വീപ്, മാലിദ്വീപിൽ ഉണ്ടെന്ന് പറഞ്ഞു കൊടുത്തു. മാലിദ്വീപിലെല്ലാം ഇവിടെ പിന്നെ ഇവർക്ക് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഒരു രസം, അവർക്ക് നാടായ നാടും കാടായ കാടെല്ലാം വിവിധ ടൂറിസം കേന്ദ്രങ്ങളിൽ ജസ്റ്റിനെ കണ്ടെന്ന് ഏതെങ്കിലും ഒരുത്തം വിളിച്ചു പറഞ്ഞു കൊടുക്കും. ഇവരിലെ ടൂറിസ്റ്റുകളെ പോലെ ഗോവ ഇവരിങ്ങനെ കറങ്ങുകയായിരുന്നേ. വലിയൊരു അന്വേഷണം നടത്തുന്നു എന്ന് പറഞ്ഞ് ഇവരും കറങ്ങുന്നു. മറ്റവർക്ക് ഇവരെ കറക്കാനൊരു രസം, ഇവർക്ക് കറങ്ങാനൊരു രസം. ചുരുക്കത്തിൽ ഒരു കേസ് കിടന്ന് വട്ടം കറങ്ങുന്നു. ഇപ്പോൾ എന്തായാലും ഈ യുവതിക്കെതിരെ വന്നിരിക്കുന്നത് ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ്. ബിജു സേവ്യർ പറഞ്ഞിരിക്കുന്നത് പെൺകുട്ടികളുടെ കച്ചവടം ഈ സ്ത്രീക്ക് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാണാതായതും ഒരു പെൺകുട്ടിയാണ്.